അദ്ദേഹത്തിന്റെ ചെറുപ്പം മുതലേ ഉള്ള ഒരു ആരാധകനുണ്ടാവും. കാരണം ഞാൻ മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചെറുപ്പം മുതലേ ഞാൻ കാണുന്ന ഒരാളാണ്, ആക്ടറാണ്. അദ്ദേഹത്തിന്റെ പടത്തിലൂടെ അത് കാണാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ വന്നിരുന്നത് എങ്ങനെയും കെട്ടിപ്പിടിച്ച് സംസാരിക്കാതെ തന്നെ ഞാൻ ഭാഗ്യം ചെയ്ത ഒരാളാണ്. അപ്പോൾ അതിന് തന്നെ സാറോട് താങ്ക്സ് പറയാണ്. കാരണം നിങ്ങൾ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പിന്നെ നമ്മുടെ ഡയറക്ടർ ഒരുപാട് പടങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പം നല്ലൊരു പടം ഞാൻ കാണുന്നത്. ഇറങ്ങിയിട്ട് കണ്ട പടമാണ് സാർ. അത്രയും നല്ല മൂവി സാറെ എടുക്കാതെ കാണിച്ചൊരു ധൈര്യം. ഇനി മൂവി മുന്നോട്ട് ചെയ്യാം, നല്ല മൂവികൾ ചെയ്യാം, നിർത്തരുത്. കാണിച്ചിട്ടാ പറയാ. എനിക്ക് രണ്ടാമതാണ് ഞാൻ സിനിമ കാണുന്നത്. സാർ നമ്മൾ രണ്ടാമത് സ്വന്തം സിനിമയാണെങ്കിലും കാണുമ്പോൾ ഒരു ബോറടി പ്രതീക്ഷിച്ചാണ് കയറുന്നത്. രണ്ടാമത് കാണുന്നത് സ്വന്തമാണെങ്കിലും അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ ഇതൊട്ടും ബോറടിച്ചില്ല. ഇത്രയും ഡീറ്റെയിൽഡായിട്ട് എടുത്തിട്ടുണ്ടെന്ന് കുറച്ചുകൂടെ മനസ്സിലായി. അപ്പോൾ ബാബുവിൻ്റെ ടേക്കിങ്സ് ഫാന്റാസ്റ്റിക് ടേക്കിങ്സ്. അതുപോലെ ഇൻസിഡൻസ് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ കോർത്ത് കൊണ്ടുവന്നതും എൻ്റെ വരെ സസ്പെൻസ് ഇങ്ങനെ കീപ്പപ്പ് ചെയ്തതും എന്നെ വരെ ആൾക്കാർ ഞാനായിരിക്കും ചിലപ്പോൾ അല്ലേ അങ്ങനെ വളരെ അതെ. അപ്പം വളരെ നന്നായിട്ടുണ്ട്, എൻജോയ് ചെയ്തു. അപ്പം നിങ്ങളും ഈ സിനിമ എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എൻജോയ് ചെയ്തോ? വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത ഞങ്ങളുടെ പ്രൊജക്റ്റ് ഉണ്ട്. ഞാനും സുരേഷ് ബാബും കൂടെയുള്ള ആക്ഷൻ സംഭവങ്ങളുണ്ട്. അതിൻ്റെ ഒരു ചെറിയ മുന്നോടിയായിട്ടാണ് നമ്മുടെ ഈ ഒരു സഹകരണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാവരും ഓഡിയൻസ് എല്ലാവരും നമ്മളെ തിയേറ്ററിൽ തന്നെ കാണാം. എക്സ്പീരിയൻസ് ആണ്. കാരണം ക്യാമറ വർക്കൊക്കെ ഭയങ്കര ഹെവിയാണ്. സൗണ്ട് എഫക്ട്സ് ഭയങ്കര ഇതാണ്. സസ്പെൻസ് കാണണമെങ്കിൽ നമുക്ക് ആ തിയേറ്ററിൽ കാണുമ്പോൾ അതിനൊരു പഞ്ചിങ് കിട്ടും. നൈറ്റ് ഒക്കെ എടുത്താൽ വേറെ ലെവലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പടം കാണാം, നല്ല മൂവിയാണ്. ഓക്കെ, താങ്ക് യു.